ഹായ് ഓൾ, എവർക്കും PSC ലൈഫ് ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. LP ഇന്റർവ്യൂകളിൽ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ, ഒരേ ഒരു ടോപ്പിക് മാത്രമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് പറയാനുള്ള കാരണം ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തു എന്നതുകൊണ്ട് മാത്രമല്ല, ഒരുപാട് ഉത്തരങ്ങൾ ഇതിന് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പലരും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2-3 പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകുന്നു. ഇതിനെപ്പറ്റി നമ്മളൊന്ന് ആഴത്തില് ഇതിന്റെ ഒരു സാധ്യത അന്വേഷിച്ചപ്പോഴാണ് ഒരുപാട് ഉത്തരങ്ങൾ ഇതിന് വരാമെന്ന് നമുക്ക് മനസ്സിലായത്. അതായത് ചോദ്യം ഇതാണ്: അധ്യാപകർ തൊഴിൽപരമായിട്ട് പാലിക്കേണ്ട ധാർമ്മികത അല്ലെങ്കിൽ കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഫോർ സ്കൂൾ ടീച്ചേഴ്സ് എന്നുള്ളൊരു ടോപ്പിക്. അതായത് ഒരു ടീച്ചർ എന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ടീച്ചർ എന്തെല്ലാം എത്തിക്സ് ആണ് പാലിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് പലപ്പോഴും പലരും ഇന്റർവ്യൂകളിൽ ചോദിച്ചതായിട്ട് പറഞ്ഞു കേട്ടു. നമ്മൾ 1-2 പോയിന്റ്സ് മാത്രമാണ് എല്ലാ വീഡിയോസിലും ചർച്ച ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ഉത്തരാണിത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് എല്ലാം ഒന്ന് കേട്ടിരുന്നാൽ പുതിയതായിട്ട് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി 2-3 പോയിന്റെങ്കിലും നമുക്ക് അവിടെ പറയാൻ സാധിക്കും. അത് സാധിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നമ്മുടെ ഇന്റർവ്യൂവിന്റെ മാർക്ക് ഉയർത്താനായിട്ട് സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വേഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പോകാൻ ശ്രമിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റ്സ് എഴുതി വയ്ക്കാൻ ശ്രമിക്കാം. തൊഴിൽപരമായിട്ട് അധ്യാപകർ എന്തെല്ലാമാണ് എത്തിക്സ് പാലിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളോടുള്ള ഉത്തരവാദിത്തം ടീച്ചേഴ്സിനുണ്ട്. വിദ്യാർത്ഥികളോട് എല്ലായ്പ്പോഴും വാത്സല്യത്തോടു കൂടി പെരുമാറണം. എല്ലാ വിദ്യാർത്ഥികളോടും സമഭാവനയോടെ വേണം പെരുമാറാൻ. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അവർക്ക് പ്രത്യേക പരിഗണന നൽകുക. അവർക്ക് ആത്മവിശ്വാസം, അതുപോലെ കൂടുതൽ താല്പര്യം, ഞാൻ പഠിച്ചാൽ കുറച്ചുകൂടി എനിക്ക് കൂടുതൽ പഠിക്കാൻ ഉയർന്നു വരാൻ സാധിക്കുമെന്ന തരത്തിലുള്ള പെരുമാറ്റം അവർക്ക് കഴിയുമെന്ന നിലയിൽ നമുക്കൊരു മോട്ടിവേഷൻ നൽകാൻ കഴിയണം എന്നുള്ളതാണ് വിദ്യാർത്ഥിയോടുള്ള ഉത്തരവാദിത്തത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ്. രണ്ടാമത്തേത് ജാതി, മതം, വർഗം, വർണ്ണം, സാമ്പത്തിക നില, ഭാഷ, ലിംഗം, ജന്മസ്ഥലം ഇങ്ങനെയെല്ലാം ഇതിലൊന്നും ഒരു പരിഗണന പ്രത്യേകിച്ച് ഒരു വ്യക്തിക്കും നൽകരുത്. പക്ഷപാത രാഹിത്യത്തോടു കൂടിയിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കണം എല്ലായ്പ്പോഴും ടീച്ചർക്ക് ഉണ്ടായിരിക്കേണ്ടത്. അധ്യാപകർക്ക് ജനാധിപത്യ തത്വങ്ങളിലും സഹിഷ്ണുതയിലും സാമൂഹിക നീതിയിലുമുള്ള വിശ്വാസം വിദ്യാർത്ഥികളിലേക്കും പകർന്നു നൽകണം. ഈ അധ്യാപകർക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് വിശ്വാസങ്ങൾ ഉണ്ടാവും. ഇത് ഒരിക്കലും സ്കൂളിലെ കുട്ടികളെ അടിച്ചേൽപ്പിക്കരുത്. വിദ്യാർത്ഥികളുടെ ശാരീരികവും ഭൗതികവും വൈകാരികവും സാമൂഹികവും ആത്മീയവുമായിട്ടുള്ള ഒരു വികാസത്തിന് ടീച്ചർ എപ്പോഴും അന്തരീക്ഷം ഒരുക്കണം. ഭൗതിക മണ്ഡലത്തിന് മാത്രം ഇമ്പോർട്ടൻസ് നൽകി, അതായത് പഠനം എന്നുള്ളൊരൊറ്റ ഒരു എയിം മാത്രം, അത് മാത്രം നൽകിക്കൊണ്ടാവരുത് വിദ്യാഭ്യാസം ടീച്ചർ നൽകേണ്ടത്. സർവോന്മുഖമായിട്ടുള്ള ഒരു വ്യക്തിത്വ വികാസം, അതായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. സ്കൂൾ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം മാനിക്കപ്പെടണം. അത് ടീച്ചർക്ക് മാത്രം സാധിക്കാൻ കഴിയുന്ന ഒരു കഴിവാണ്. അതായത് ടീച്ചർ വിചാരിച്ചാൽ മാത്രമേ അത്തരത്തില് കുട്ടിയുടെ വ്യക്തിത്വത്തിന് ഇമ്പോർട്ടൻസ് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അധ്യാപകരുടെ ഭാഗത്തു നിന്ന് പല അഭിപ്രായ പ്രകടനങ്ങളും കുട്ടികൾക്ക് നേരെ വരാറുണ്ട്. ഇത് അവർക്ക് അവരുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുകയും പഠനത്തെ ബാധിക്കുകയും ചെയ്യും. ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ടീച്ചേഴ്സ് നിറത്തിന്റെ പേരില്, അതുപോലെ മാർക്കിന്റെ പേരില്, സാമ്പത്തികമായ ഉന്നതിയുടെ പേരില് ഒരു ഡിഫറൻസ് കാണിക്കുന്ന ടീച്ചേഴ്സ്, ഇതെല്ലാമാണ് ഇവിടെയും പറയുന്നത്. കുട്ടികളുടെ ആന്തരിക ശേഷിയും പ്രതിഭയും ഇതെല്ലാം നമ്മൾ അറിയുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ടീച്ചർ രൂപം നൽകുകയും വേണം. ഓരോ കുട്ടിയും സ്വന്തം കുട്ടിയാണ് എന്ന നിലയിലായിരിക്കണം ടീച്ചേഴ്സ് പെരുമാറേണ്ടത്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അനുസരിച്ച്
അധ്യാപകന്റെ ഓർ അധ്യാപികയുടെയൊക്കെ അധ്യാപന രീതി പരിഷ്കരിക്കണം. അനുരൂപീകരണം എന്ന രീതി നമുക്ക് ഇവിടെ ഓർക്കാം. നിരന്തര വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ പ്രകൃതം, കഴിവ്, അറിവ്, അഭിരുചി, പഠന രീതി ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ബോധന തന്ത്രങ്ങളിൽ ആവശ്യമായ പരിഷ്കരണം നിരന്തരം നടത്തണം. വ്യത്യസ്തമായ ഓരോ വർഷവും പുതിയ കുട്ടികളെയാണ് ടീച്ചർക്ക് കിട്ടുന്നത്. ഒരു ക്ലാസ്സിൽ ഫോളോ ചെയ്ത രീതി ആയിരിക്കരുത് മറ്റൊരു ക്ലാസ്സിൽ ഫോളോ ചെയ്യേണ്ടത്. കുട്ടികൾ നൽകുന്ന അവരുടെ വ്യക്തിപരമായിട്ടുള്ള പല വിവരങ്ങളും ടീച്ചേഴ്സിനോട് പങ്കുവയ്ക്കും. അതൊരിക്കലും അത് പബ്ലിക് ആക്കാൻ ടീച്ചേഴ്സ് അത് ചെയ്യരുത്. ആ വിവരങ്ങൾ നിയമപരമായിട്ട് കൈമാറാവുന്നവർക്ക് മാത്രം കൈമാറുക. പലപ്പോഴും കുട്ടികൾ പ്രത്യേകിച്ച് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ചെറിയ ക്ലാസ്സുകളിലും അതെ, കുട്ടികൾ സെക്ഷലി അബ്യൂസ്ഡ് ആവാം. ഇതെല്ലാം ചിലപ്പോൾ ടീച്ചേഴ്സിനോടായിരിക്കും അവർ തുടർന്ന് പറയുക. അതൊരിക്കലും മറ്റു ടീച്ചേഴ്സിനായിട്ടോ അല്ലെങ്കിൽ മറ്റു ക്ലാസ്സിലെ മറ്റു പാരൻസിനോടായിട്ടോ ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും അത് ഉന്നത അധികാരികളെ മാത്രം ആ വിവരം എത്തിക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ ഡ്യൂട്ടി. കുട്ടികളെ ഭയപ്പെടുത്തുക, ഉത്കണ്ഠാകുലരാക്കുക, ശാരീരികമായിട്ട് ശിക്ഷിക്കുക, മാനസികവും വൈകാരികവുമായി പീഡിപ്പിക്കുക, ഇതിൽ നിന്നെല്ലാം ടീച്ചർമാർ ഒഴിഞ്ഞു നിൽക്കണം. തീർച്ചയായിട്ടും അവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഒപ്പം നിൽക്കേണ്ടവരാണ് ടീച്ചേഴ്സ്. തീർച്ചയായിട്ടും ഇങ്ങനെ കുട്ടികളെ ഭയപ്പെടുത്തുകയോ അല്ലെങ്കിൽ ശാരീരികമായി ശിക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു അധ്യാപകനോട് അല്ലെങ്കിൽ ഒരു അധ്യാപികയോട് തുറന്ന് സംസാരിക്കാൻ ഒരു കുട്ടിയും താല്പര്യപ്പെടില്ല. അവർക്ക് വീട്ടിൽ പറയാൻ പറ്റാത്ത പല സങ്കടങ്ങളും തുറന്നു പറയാനുള്ള ഒരു ഇടമായിരിക്കണം ടീച്ചർ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കുട്ടികൾ അനുഭവിച്ചാൽ തന്നെ അത് തുറന്നു പറയുമ്പോൾ കുട്ടി പേടിച്ചിട്ടായിരിക്കും ടീച്ചറോട് പറയുക. എങ്കിൽ പോലും അങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് ലഭിക്കുന്ന നിയമ പരിരക്ഷയെ പറ്റിയിട്ട് അധ്യാപകർ അറിഞ്ഞിരിക്കണം. അത് കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളിത് പറഞ്ഞതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നും അതിന് ആവശ്യമായ നടപടികൾ മറ്റുള്ളവരൊന്നും തന്നെ അറിയാതെ മേലധികാരികൾ കൈക്കൊള്ളും എന്നുള്ള ഒരു ബോധം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ മറ്റൊരു കുട്ടിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായാൽ ആ കുട്ടി പറയുള്ളൂ. അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഈ ഒരു സംഭവം എല്ലായിടത്തും എല്ലാവരും അറിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ മറ്റേ കുട്ടിക്ക് ഉണ്ടായ പോലെ തന്നെ അത് എല്ലാവരും അറിയും എന്ന് മറ്റൊരു കുട്ടി ചിന്തിക്കുകയാണെങ്കിൽ കഴിഞ്ഞു. ആ കുട്ടി പിന്നെ അതിനെപ്പറ്റി ആ കുട്ടിക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ ആ കുട്ടി പറയില്ല. ഏതു വിധേനയുള്ള ചൂഷണങ്ങളിൽ നിന്നും കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത് ടീച്ചറുടെ ഒരു പ്രധാന ഡ്യൂട്ടിയാണ്. നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ പറയാതെ വിട്ട ഒരു സംഭവമാണിത്. ലൈംഗിക ചൂഷണം ശാരീരികമായ ആഘാതങ്ങൾ മാത്രമല്ല, വളരെ കാലം തങ്ങി നിൽക്കുന്ന ഒരു മാനസിക ആഘാതം കൂടി കുട്ടിക്കുണ്ടാക്കും. നമുക്ക് സുപ്രീം കോടതി അതുപോലെ പല മികച്ച സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ബാലാവകാശ കമ്മീഷൻ, പോസ്കോ ആക്ട് പ്രകാരം ഏത് തരത്തിലുള്ള ഒരു ഉപദ്രവം പോലും കുട്ടിക്ക് നേരെ ഉണ്ടാവുന്ന ഏതൊരു അതിക്രമം പോലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. അത് ആരും തന്നെ അറിയാതെ കുട്ടിയുടെ പേര് പരസ്യമാക്കാതെ തന്നെ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ടും കഴിയും. അതുകൊണ്ട് ഇതെല്ലാം ടീച്ചർ എന്ന നിലയിൽ ടീച്ചർ അറിഞ്ഞിരിക്കണം. അതുപോലെ കുട്ടികൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഹെൽപ്പ് ചെയ്തു കൊടുക്കണം. ഇതെല്ലാം അധ്യാപകർ തൊഴിൽപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ധാർമ്മിക നിയമ സംഹിതയിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതുപോലെ രക്ഷിതാക്കളോടും സമൂഹത്തോടും ടീച്ചർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതായത് ഈ ടീച്ചർ എപ്പോഴും മാതാപിതാക്കളോടും രക്ഷിതാക്കളോടും എല്ലാം വിനയപൂർവമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അധ്യാപകരും രക്ഷാകർത്താക്കളുമായിട്ടുള്ള സ്നേഹപൂർണമായിട്ടുള്ള ബന്ധം കുട്ടിയെ അധ്യാപകരുമായിട്ട് കൂടുതൽ അടുപ്പിക്കും. ഭൂരിപക്ഷം രക്ഷിതാക്കളും കുട്ടികളുടെ സ്കൂളിനകത്തും പുറത്തുമുള്ള പ്രവർത്തനങ്ങൾ അവരുടെ അധ്യാപകരിൽ നിന്ന് അറിയാനായിട്ട് താല്പര്യമുള്ളവരാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ കുട്ടികൾക്ക് സംഭവിക്കുന്ന പിഴവുകൾ കൂടി നേട്ടങ്ങളോടൊപ്പം രക്ഷിതാക്കളുമായിട്ട് പങ്കുവെക്കുന്നത് വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ചെറിയ ചെറിയ തെറ്റുകളായിരിക്കാം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. പക്ഷെ അത് ശരിയാകും എന്ന് വെച്ച്
പാരൻസിനോട് പറയാതിരിക്കരുത്. അല്ലെങ്കിൽ അത് സ്കൂളിനൊരു നാണക്കേടാണെന്ന് വെച്ച് പാരൻസിനോട് പറയാതിരിക്കരുത്. അത് അപ്പം തന്നെ ആ പാരൻസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ ദുരന്തങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മറ്റു കുട്ടികളുടെ എന്തെങ്കിലും ന്യൂനതകൾ മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയരുത്. അവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കരുത്. അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ അഭിമാനത്തെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ജാതി, മതം, സാമ്പത്തികം ഇതിനെയൊക്കെ ഇടകലർത്തിക്കൊണ്ടുള്ള ഒരു സംസാരം ടീച്ചർ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. തന്നെ കുട്ടികൾക്കിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചൊക്കെ അഭിമാനബോധത്തോടെ സംസാരിക്കുകയും അവർക്ക് തന്നെ അതിൽ ഒരു പ്രൗഡ് ഫീലിംഗ് തോന്നണം. അനേകം സംസ്കാരങ്ങളുടെയും ഭാഷയുടെയും മതത്തിന്റെയും വിശ്വാസങ്ങളുടെയും നാടാണ് ഇന്ത്യ. ഇത് ഓരോ ക്ലാസ് മുറിയിലും നമ്മൾ അതിനെ എൻഹാൻസ് ചെയ്ത് പറയുമ്പോൾ ആ ഒരു ഏകത്വം അവർക്ക് ഫീൽ ചെയ്യും. ഒരിക്കലും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒന്നും വേർതിരിവുകൾ, മതത്തിന്റെയോ സമ്പത്തിന്റെയോ ഒക്കെ വേർതിരിവുകൾ ക്ലാസ്സിൽ നിന്ന് തന്നെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് തീർച്ചയായിട്ടും ജീവിതകാലം മുഴുവൻ ആ ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അധ്യാപനം എന്നുള്ളൊരു തൊഴിലില് സഹപ്രവർത്തകരോടും നമ്മൾ ഒരേപോലെ തന്നെ ഉത്തരവാദിത്വമുള്ളവരാണ്. തൊഴിൽ വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് ഓരോ അധ്യാപകരും പരിശ്രമിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിയെ നിരന്തര പഠിതാവാക്കാനായിട്ട് ശ്രമിക്കുന്ന ഓരോ അധ്യാപകരും അവരുടെ പരസ്പര സഹകരണത്തോടെ ആയിരിക്കണം ആ സ്കൂളിനെ മുന്നോട്ട് നയിക്കേണ്ടത്. ഏതെല്ലാം തലങ്ങളിൽ നിന്നാണ് തനിക്ക് പുതിയ അറിവ് ലഭിക്കുക എന്നുള്ളത് അത് അന്വേഷിക്കുന്നത് അധ്യാപകന്റെ കടമയാണ്. സഹപ്രവർത്തകർ തമ്മിലും മറ്റുള്ളവർ തമ്മിലുമുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെ ഇതൊക്കെ വളർത്തി വരാനായിട്ട് അധ്യാപകന് ഹെൽപ്പ് ചെയ്യും. സ്കൂളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എല്ലാ അധ്യാപകരും ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാക്കണം. ഇത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന് വിചാരിച്ച് ഓരോരുത്തരും മാറി നിൽക്കാൻ പാടില്ല. അധ്യാപകരെ മാത്രമല്ല, സ്കൂൾ വിഷയങ്ങളിൽ താല്പര്യമുള്ള എല്ലാ വിഭാഗത്തെയും ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനായിട്ട് അധ്യാപകന് കഴിയണം. മറ്റൊന്ന്, സഹപ്രവർത്തകരോട് വളരെ ബഹുമാനത്തോടെ പെരുമാറുക എന്നുള്ളതാണ്. അധ്യാപകര് സ്വകാര്യ ട്യൂഷൻ എടുക്കുകയോ മറ്റ് സ്വകാര്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാൻ പാടില്ല. അത് നിയമമാണ്. അത് തീർച്ചയായിട്ടും അധ്യാപകൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അധ്യാപകൻ സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന അവരുടെ സ്കൂൾ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കും. കാരണം ടീച്ചേഴ്സ് വീട്ടിൽ വന്ന് അടുത്ത ദിവസത്തേക്കുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തേണ്ടതാണ്. സ്വകാര്യ ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ടൈം അവർക്ക് കിട്ടില്ല. സ്വന്തം പ്രവർത്തന മേഖല മികച്ചതാക്കാനാണ് അവര് ആ സമയം ഉപയോഗിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ട്യൂഷൻ നൽകുമ്പോൾ അത് സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോരാ എന്നൊരു തലത്തിലേക്ക് നീങ്ങിപ്പോവുകയാണ്. അതുപോലെ തന്നെ തന്റെ പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുമെന്ന് അറിയാവുന്നതിനാൽ ഏതെങ്കിലും വിധത്തിലുള്ള സമ്മാനങ്ങളോ മറ്റ് സഹായങ്ങളോ ഒരിക്കലും ടീച്ചേഴ്സ് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കാവുന്ന ഒന്നല്ല. സഹപ്രവർത്തകർക്കെതിരെയും അല്ലെങ്കിൽ ഉന്നതാധികാരികൾക്കെതിരെയും അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, അനാവശ്യമായ ആരോപണങ്ങൾ ഉള്ള കാര്യങ്ങളല്ല, അനാവശ്യമായിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന അധ്യാപകരുണ്ട്. അങ്ങനെ ഒരിക്കലും പാടില്ല. പരസ്പരം കുറ്റപ്പെടുത്തുന്ന വിഭാഗീയ സംഘടനകൾ അത് അധ്യാപകർക്കിടയിൽ നല്ലതല്ല. സഹപ്രവർത്തകർക്കെതിരായി തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനോടൊപ്പം നമുക്ക് പറയാവുന്നതാണ്. അധ്യാപകരുടെയോ പ്രവർത്തകരുടെയോ വിദ്യാർത്ഥികളുടെയോ രക്ഷിതാക്കളുടെയോ മുന്നിൽ വെച്ച് മറ്റൊരു അധ്യാപകനെ നമ്മൾ തരം താഴ്ത്തി അധിക്ഷേപിച്ച് സംസാരിക്കാനായിട്ട് പാടില്ല. ഇത്തരത്തിലുള്ളത് ആ ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ തന്നെ ഡിഗ്നിറ്റിക്ക് എതിരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മറ്റുള്ളവരുടെ അധ്യാപന നിലപാടുകളെ നമ്മൾ മാനിക്കണം. ഓരോരുത്തരും വ്യത്യസ്തരാണ്. അതെല്ലാം തന്നെ അവർ പഠിപ്പിക്കുന്ന രീതി ശരിയല്ല എന്ന് പറയാനായിട്ട് നമുക്ക് അവകാശമില്ല. കാരണം അവര് ഫോളോ ചെയ്യുന്ന രീതി ആയിരിക്കും ചിലപ്പോൾ അവരുടെ ക്ലാസ്സിൽ ഉത്തമമായിട്ടുള്ളത്. നമ്മൾ ഓരോ ക്ലാസ്സുകളും വ്യത്യസ്തമാണ്. അപ്പൊ അതിനനുസരിച്ചായിരിക്കണം ഓരോ ടീച്ചേഴ്സും ക്ലാസ് എടുക്കേണ്ടത്.
സഹപ്രവർത്തകരെ കുറിച്ചുള്ള സ്വകാര്യ വിവരങ്ങൾ അതൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കുക. അത് നിയമപരമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെളിപ്പെടുത്തുക. ഒരിക്കലും അതൊന്നും എല്ലാവരോടും പറഞ്ഞു നടക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി അധ്യാപകർ തൊഴിൽപരമായിട്ട് പാലിക്കേണ്ട ധാർമ്മിക നിയമ സംഹിതയിൽ ഉൾപ്പെടുന്നു. ഇതിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. അധ്യാപകർ കുട്ടികളോട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അതുപോലെ രക്ഷിതാക്കളോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ, അധ്യാപകർ എന്ന നിലയിൽ സഹപ്രവർത്തകരോടുള്ള ഉത്തരവാദിത്തം. ഇങ്ങനെ 3 നിലയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ പല ചോദ്യങ്ങൾക്കും പറയാവുന്ന ഉത്തരങ്ങളാണ്. നമ്മളിത് ഇത്ര നാളും ഡിസ്കസ് ചെയ്തതിൽ വരാത്ത പോയിന്റ്സ് ആണ്. എവർക്കും യൂസ്ഫുൾ ആകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും മുഴുവൻ പോയിന്റ്സും കേൾക്കുക, ആവശ്യമായ പോയിന്റ്സ് എഴുതി വയ്ക്കുക. എവർക്കും നല്ലൊരു ഇന്റർവ്യൂ ആശംസിക്കുന്നു.